വിഷു ഒക്കെ ആയിട്ട് ഒരു ധാവണി ലുക്ക് ഇല്ലാതെ എങ്ങനെയാണ്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 സാരിയിൽ ധാവണി ലുക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ക്രേപ്പിൻ്റെ അജ്രക് സാരിയും പിന്നെ ഒരു ബനാറസി സിൽക്ക് സാരിയും പിന്നെ ഒരു സാധാരണ സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ക്യാൻ സ്കേർട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ സാധാരണ ഒരു സ്കേർട്ട് ഇട്ടിട്ട് എങ്ങനെയാണ് ധാവണി ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ക്രേപ്പിൻ്റെ സാരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഈ അടിയിലിടുന്ന സ്കേർട്ടിന് ഒരു കെട്ട് വരുന്നുണ്ട്. കെട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ സാരീൻ്റെ എൻഡ്, അതായത് ഞാൻ സാരീൻ്റെ ബ്ലൗസ് പാർട്ട് വെട്ടിയെടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗം ധാവണി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സാരിക്ക് നീളക്കൂടുതൽ വേണം. അപ്പോൾ ആ ഭാഗം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഞാൻ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ട് ഭാഗം ഏകദേശം ഫ്രണ്ട് ഒന്നും മാത്രം പറയാൻ പറ്റില്ല, കുറച്ച് ബാക്കിലേക്കായിട്ട് നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് ആക്കി നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമത്തെ പ്ലീറ്റ് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ബാക്കിലത്തെ ഭാഗത്ത് നമ്മളത്ര പ്ലീറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് സാരിക്ക് നല്ല ലെങ്ത്ത് വേണം, എന്നാലേ അത് വൃത്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര വലിയ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ബാക്കിൽ ഇതുപോലെ വെച്ചാലും നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് കൃത്യമായിട്ടൊരു അകലത്തിൽ വേണം കേട്ടോ പ്ലീറ്റ്സ് കൊത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊരു മെനയുണ്ടാവില്ല. ഇപ്പോൾ ഈ സാരി ബ്ലൗസ് പീസ് കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു 6 മീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സാധാരണ സാരി 5 മീറ്ററും അതുപോലെ ബ്ലൗസ് പീസും കൂടി കൂട്ടിയിട്ട് 5.5 മീറ്ററേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതിനാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ കെട്ടാൻ പറഞ്ഞത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വള്ളി അഴിച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ പ്ലീറ്റ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ നല്ല ടൈറ്റായിട്ട് സെക്യൂറായിട്ട് ഇരുന്നോളും. നമ്മൾ ഇടയിൽ ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കേണ്ട അത്യാവശ്യം വരത്തില്ല. എന്നിട്ട് നമ്മൾ ഇനി ഒരു 2 പ്ലീറ്റ് കൂടി അവിടെ കുത്തി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മേലേക്കായിട്ട് കേട്ടോ. ഞാൻ അവിടെ വേണമെങ്കിൽ ഒരു പിന്ന് കുത്തി കൊടുക്കാം. മറ്റേത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ടൈറ്റൻ ചെയ്തിട്ടുള്ള കാരണം തന്നെ നമുക്ക് അത്രയ്ക്ക് വലിയൊരു സെക്യൂരിറ്റി പ്രോബ്ലം നമുക്ക് തോന്നത്തില്ല. ഞാൻ ഈ ഒരു ബ്ലൗസ് മീഷോന്ന് എടുത്തതാണ് കേട്ടോ. ഏകദേശം 150 രൂപ കേട്ടോ വില. പക്ഷെ നല്ല രസം ഉണ്ട്. കുറച്ച് ലൂസാണ്, പക്ഷേ രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ പ്ലീറ്റ്സ് എടുത്തു. ഇനി ബാക്കിൽ വരുന്ന ഈ ഭാഗം ഫ്രണ്ടിലോട്ട് എടുത്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ മുന്താണീൻ്റെ പ്ലീറ്റ്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സാരി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മറ്റേ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് മുന്താണി കുത്തി കൊടുക്കുന്നത്. അപ്പം മുന്താണിക്ക് ലെങ്ത്ത് ഇല്ലാച്ച വലിയ രസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലും കൂടി പ്ലീറ്റ്സ് എടുത്താൽ മുന്താണിക്ക് ലെങ്ത്ത് കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്ത് ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതുപോലെയും പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്, ഒരു ലെഹങ്ക സ്റ്റൈൽ രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ധാവണി ലുക്ക് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലത്തെ ആ ഒരു ഏറ്റവും മുകളിലത്തെ പ്ലീറ്റ്സിൻ്റെ രണ്ട് ഭാഗം എടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ധാവണിക്കൊക്കെ നമ്മൾ കുത്തി കൊടുക്കത്തില്ലേ, അതുപോലെ കുത്തി കൊടുക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1-2 പ്ലീറ്റ്സും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ബാക്കിലേക്കായിട്ട് കുത്തി കൊടുത്താലും മതി. കറക്റ്റ് ധാവണിയാവണമെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ. ആയിട്ട് ധാവണി മേടിച്ചൊന്നും കാശ് കളയാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കൊരു സാരി കൊണ്ട് ധാവണി കൊടുക്കാം. ഇനി ധാവണീൻ്റെ അതേ പെർഫെക്ഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാവണി തന്നെ എടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് ധാവണി ആക്കാം. പക്ഷേ ഇത് കാണാൻ ഒരു ലുക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഒന്നും എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. നമുക്കൊരു ഫോട്ടോഷൂട്ടിനാണെങ്കിലും അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതൊരു രസമുള്ളൊരു ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത ലുക്ക് നോക്കാം. അടുത്ത ലുക്ക് നമ്മളൊരു ബനാറസി സിൽക്ക് സാരിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ അടിയിൽ നമ്മൾ ക്യാൻ സ്കേർട്ട് കൂടി ഇടുന്നുണ്ട്. മീഷോന്ന് മേടിച്ച് ക്യാൻ സ്കേർട്ട് ആയ കാരണം ഇതിന് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇത് എന്നെ പോലെ അടിയിലൊരു ഷേപ്പ് വയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാൻ സ്കേർട്ട് ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിലായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഷേപ്പ് വയർ ഇട്ടിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അതിൻ്റെ ടൈ അപ്പ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സ്കേർട്ട് കുറച്ച് ഇറക്കിയിടണം, എന്നാലേ ലെങ്ത്ത് കിട്ടത്തുള്ളൂ. ഈ സാരിയിൽ നിന്ന് ഞാൻ ബ്ലൗസ് പാർട്ട് വെട്ടിയെടുത്തിട്ടില്ല. അപ്പോൾ ബ്ലൗസിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് തന്നെ സാരിക്ക് ഏകദേശം 5.5 മീറ്ററാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ എൻ്റെ ഭാഗം കുത്തി എന്നിട്ട് ബാക്കിലൊക്കെ നല്ലപോലെ ടൈ ചെയ്തു. ഇനി ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സാരി ഒന്ന് അയൺ ചെയ്യാൻ നോക്കിയായിരുന്നു, അതേപോലെ തന്നെ പാളിയായിരുന്നു. നല്ല അത്യാവശ്യം സോഫ്റ്റാണ് ഈ ബനാറസി സിൽക്ക് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ഓട്ട വീണായിരുന്നു. ഏകദേശം ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള കാരണം അത്ര
കാണില്ല. ഇനി നോർമൽ സാരി ഉടുക്കുമ്പോൾ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ചെയ്തപ്പം അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നേരത്തെ സാരിക്കായിരുന്നു ക്യാൻ സ്കേർട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇത് 5.5 മീറ്റർ സാരി ബ്ലൗസ് പീസ് കൂടി ഉള്ളൂ. മറ്റേതാണെന്ന് വെച്ചാൽ 6 മീറ്റർ സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ സ്കേർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ബ്ലാ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അടുത്തടുത്ത് ഏകദേശം മറ്റേതുപോലെ തന്നെ അടുത്തടുത്തായിട്ട് പ്ലീറ്റ്സൊക്കെ കുത്തി കൊടുത്തു. എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കുറച്ച് അടുത്തടുത്ത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ വെച്ചാലും നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ കുത്തി കൊടുത്ത് ഫ്രണ്ടിൽ മൊത്തമാണ് നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാറ്. പക്ഷേ ഇത് 5.5 മീറ്റർ സാരി ആയ കാരണം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാണ് പറ്റിയത്. പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞ് ഇത് ഫുള്ള് ഞാനിങ്ങനെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം പിന്നെ ഞാനത് അഴിച്ച് വീണ്ടും കുറച്ച് അകലെയായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് എനിക്ക് ഏകദേശം എത്തിയത്. എന്നാൽ പോലും എനിക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് അത്രയും സാധാരണ ഞാൻ ഈ ക്യാൻ സ്കേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നല്ല വൃത്തിക്ക് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഈ സാരിയിൽ എൻ്റെ ക്യാൻ സ്കേർട്ട് ഇട്ടിട്ട് ഈ ധാവണി ലുക്ക് കുറച്ച് എനിക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുമാത്രമല്ല സാരി എനിക്ക് അയൺ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അയൺ ചെയ്തപ്പം അതിലൊരു ചെറിയ ഓട്ട വീണെന്ന് പറഞ്ഞില്ലേ, അതോടുകൂടി ഞാനിത് അയൺ ചെയ്തില്ല. എൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഒരു തുണിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ. അപ്പോൾ എന്തായാലും അത് ഓട്ടയായതോടുകൂടി തന്നെ എൻ്റെ മനസ്സ് പാതി ചത്തു. അപ്പോൾ പിന്നെ ഞാനിതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഫുള്ളായിട്ട് എടുത്തു. ഇത് ഞാൻ രണ്ടാമതെടുത്ത പ്ലീറ്റ്സാണ് കേട്ടോ. ആദ്യം തുടങ്ങിയ തുടക്കമല്ല, ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളിതുപോലെ മുന്താണീൻ്റെ ഭാഗം എടുത്ത് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്താൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ. മുകളിലത്തെ പ്ലീറ്റ്സ് അല്ലേ അടിയിലേക്ക് വരിക. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ചേശ്ശെ ഒരു ചെറിയ 3 ഇത് വിട്ടിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. ഇനി ബനാറസി സിൽക്ക് സാരി ആയ കാരണം തന്നെ നമ്മൾ നോർമലായിട്ട് പ്ലീറ്റ്സ് എടുക്കുകയാണെന്ന് വെച്ചാലും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എപ്പോഴും പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ മുകളിലത്തെ പ്ലീറ്റ്സ് ഏറ്റവും അടിയിലത്തെ പ്ലീറ്റ്സ് മുകളിലേക്കാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തു. അത് ജസ്റ്റ് നമ്മുടെ ഷോൾഡറിൽ കുത്തി കൊടുക്കുക. അപ്പോൾ കണ്ടോ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് കുറച്ച് എന്തോ അതിങ്ങനെ ഒരു ബാക്കിലേക്കായിട്ട് ഇങ്ങനെ ഒരു പള നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ക്യാൻ സ്കേർട്ട് ഇട്ടത് കൊണ്ടല്ല കേട്ടോ. ഈ ക്യാൻ സ്കേർട്ട് ഇട്ട് ഞാൻ നല്ല വൃത്തിയിൽ ഈ ഫ്രണ്ടിലത്തെ സാധനം ചെയ്യാറുണ്ട്. പക്ഷേ ഇതെന്തോ ഫ്ലോപ്പായി പോയി. എനിക്ക് അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ 2 സാരിയിൽ ഏത് സാരീൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.